ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ എല്ലാവരും എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞുള്ള അടുത്ത ഒരു ചടങ്ങാണ് നാലാം നീരെന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും പയ്യൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൂട്ടത്തിൽ പെണ്ണിൻ്റെ അമ്മ വരുന്നില്ല. പെണ്ണിൻ്റെ അമ്മ വിരുന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പയ്യൻ്റെ വീട്ടിലോട്ട് ചെല്ലാൻ പാടുള്ളൂ എന്നതാണ് ചടങ്ങ്. അപ്പോൾ ഈ ചടങ്ങിന് പയ്യൻ്റെ വീട്ടുകാർ സദ്യയല്ല മട്ടനും രസവും ഒക്കെ വെച്ചിട്ട് ഒരു ഊണ് വരുന്ന എല്ലാവർക്കും, ഞങ്ങളുടെ വീട്ടിൽ നിന്നും അവരുടെ ബന്ധുക്കൾക്കും കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടി എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഈ ഒരു നാലാം നീരെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ, അച്ഛൻ, അമ്മ, എൻ്റെ മോൻ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പോയത്. എൻ്റെ മാമൻ, എൻ്റെ കൊച്ചച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ അവളുടെ അച്ഛൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ യൂട്യൂബ് കണ്ടിട്ട് എല്ലാവരും ചോദിച്ചു എൻ്റെ മോളുടെ കല്യാണമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൂടി ഞാൻ ക്ലാരിഫൈ ചെയ്യട്ടെ. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ്. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ മോളെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മോളെ പോലെ തന്നെയാണ്. അവളുടെ അടുത്ത് കൂടുതൽ ഇരിക്കുന്നതിനെക്കാട്ടിലും പാർവതി എൻ്റെ അടുത്താണ് കൂടുതൽ കൂട്ടും, എൻ്റെ കൂടെയാണ് കൂടുതൽ നടക്കുന്നതും കളിയും തമാശയൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾ എനിക്ക് മോളാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മകളാണ്. ചേച്ചിക്ക് ഒരു മോളും എനിക്കൊരു മോനുമാണ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് അവളുടെ അച്ഛൻ വന്നപ്പോൾ ഒരു 2 ബബിളിയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു. എനിക്ക് മാത്രം മേടിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സദ്യയൊക്കെ ഉണ്ട്. കുറേ നേരം അവളുടെ അടുത്ത് സംസാരിച്ച് കളിച്ച് ചിരിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. പിന്നെ മട്ടൻ കറിയൊക്കെ എന്തിനാണ് മട്ടൻ കറി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചോദിക്കും കോഴി എന്താ കൊടുത്താൽ എന്തെന്ന് ചോദിക്കുമായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കോഴിപ്പോര് നടക്കുമെന്ന് പറയും. അതായത് അടിയും വഴക്കുന്ന അങ്ങനെ ഒരു ഐതിഹ്യം. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്നുള്ളവരത് എനിക്കറിയില്ല. ശാസ്ത്രം ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനാണ് മട്ടനും മട്ടൻ കറിയും രസവും കൂടി കൂട്ടിയിട്ടുള്ള ഒരു ചോറാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പാറുൻ്റെ അച്ഛനും നമ്മുടെ പയ്യൻ അശ്വിനും ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഈ ഒരു ചടങ്ങിൽ വളരെ അടുത്ത നമ്മുടെ ഒരു റിലേഷനിൽ വരുന്ന കുറച്ച് ബന്ധുക്കളും പിന്നെ പയ്യൻ്റെ ബന്ധുക്കളെയും നമ്മൾ ഊരുകാരെന്ന് പറയും, ഊരുകാരെയൊക്കെ വിളിച്ച് പെണ്ണിൻ്റെ കൈ കൊണ്ട് സദ്യ കൊടുക്കുന്ന ഒരു ചടങ്ങ്. അതാണ് നാലാം നീരെന്ന് പറയുന്നത്. ഇനി വരുന്ന 2-3 ദിവസം കഴിഞ്ഞാൽ വിരുന്നുണ്ട് പെണ്ണിൻ്റെ വീട്ടിലോട്ട്. അതിന് ശേഷമാണ് പെണ്ണിൻ്റെ അമ്മ പയ്യൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അതാണ് ഈ ചടങ്ങ് കൊണ്ട് അവിടെ തീരുകയാണ്. പിന്നെ നോർമൽ അവരുടെ ലൈഫിലോട്ട് പോകുന്ന ഒരു രീതിയാണ്. അതാണ് നമ്മുടെ ഒരു ചടങ്ങുകളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സഞ്ജിത്തും പാറുവും രമേശ് ചേട്ടനും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു തമാശയും കളിയൊക്കെ പറഞ്ഞു. ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് സിറ്റിയിലോട്ട് പോകേണ്ട ഒരു എമർജൻസി ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മണി വരെയൊക്കെ ഞങ്ങളിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ പാർവതിയുടെ അച്ഛൻ കുറേ നേരം അവളുടെ അടുത്ത് ഇരുന്നതിന് ശേഷമാണ് പിന്നെ വീട്ടിലോട്ട് പോയത്. പിന്നെ ഞാനും എൻ്റെ അച്ഛനും അമ്മയും സഞ്ജിത്തും കൂടിയിട്ട് ഒരു 3 മണിയൊക്കെ ആയിട്ട് ഇറങ്ങി. ഞങ്ങൾക്ക് പോത്തീസിൽ പോകണമായിരുന്നു. അപ്പോൾ കഴിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തായാലും എണീറ്റ് പോകത്തില്ല. അവരൊക്കെ കഴിച്ചെണീറ്റ് വന്നിരുന്നതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മുടെ സദ്യ കഴിക്കുന്നതിൻ്റെ ഒരു രീതിയും കൂടി ഞാൻ പറഞ്ഞു തരാം. എല്ലായിടത്തും ഈ ഒരു രീതി കാണുമായിരിക്കും. നമ്മളിപ്പം ഇതിപ്പോൾ ഒരു ശുഭകാര്യമല്ലേ, അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഇലയുണ്ടല്ലോ അത് നമ്മുടെ നേർക്കോട്ടാണ് അത് അടയ്ക്കുന്നത്. മറ്റേ നമ്മൾ അല്ലാത്ത ഒരു ബാഡ് സിറ്റുവേഷനിലൂടെയായിട്ടുള്ള ഒരു എന്തെങ്കിലും രീതിയിലുള്ള മരണമോ സംതിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇല തിരിച്ച് മടക്കും. അതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. കല്യാണം കഴിപ്പിച്ച് വിട്ടു എങ്കിലും പാറുവിൻ്റെ സ്വഭാവത്തിനൊന്നും വലിയ മാറ്റമൊന്നും വന്നില്ല എന്ന് ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സഞ്ജുവും പാറുവും കൂടി അവിടെ ഗെയിം കളിയായിരുന്നു. പിന്നെ അവർക്കൊക്കെ ആഹാരമൊക്കെ കൊടുത്ത് ശേഷം
ഞാനും പാറവും കൂടി പോയി 5-6 സെൽഫിയൊക്കെ എടുത്തു. അങ്ങോട്ട് തലതിരിച്ച് ഇങ്ങോട്ട് തലതിരിച്ചൊക്കെ എടുത്തു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.